ഇനി ഒന്നും ആലോചിക്കണ്ട, കഴിക്കേ കഴിക്കേ. അയ്യോ, കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ? കഴിക്കേ 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 കഴിക്ക്, വിശക്കുന്നില്ലേ? കഴിച്ചോ കഴിച്ചോ. ഇതുങ്ങളുടെ കൂടെ ചേർന്ന് നീയും കഴിക്ക് 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 കഴിക്ക്, നന്നായിട്ട് കഴിക്ക്. അങ്ങനെ തന്നെ കഴിക്ക് കഴിക്ക് കഴിക്ക്. ഇളയവരെ കഴിക്ക്, ഒന്നും ആലോചിക്കണ്ട, കഴിക്ക്. അവനെ നോക്കടാ. പന്നിയുടെ തീറ്റ ഇവൻ തിന്നാണോ? നിന്നോട് എന്ത് ചെയ്യാനാ പറഞ്ഞത്? നീ എന്താ ചെയ്യുന്നത്? പന്നിക്ക് തീറ്റ കൊടുക്കാൻ പറഞ്ഞപ്പോ നീ അതെടുത്ത് തിന്നുന്നോ? ഇന്ന് പന്നികളുടെ തീറ്റ നീ മോഷ്ടിക്കുന്നു, നാളെ പന്നികളെ തന്നെ മോഷ്ടിക്കില്ല എന്ന് എന്താ ഉറപ്പില്ല ചേട്ടാ? എന്നെ ഒന്നും ഇവിടെ ആവശ്യമില്ല, പോടാ, പോകാനാ പറഞ്ഞത്. അച്ഛനെയും ചേട്ടനെയും കാണുന്നു തോന്നുന്നു. എന്നെ അവർ വീണ്ടും സ്വീകരിക്കൂ? സ്വീകരിക്കില്ല, ഒരിക്കലും സ്വീകരിക്കില്ല. ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത്. ഇദ്ദേഹം ആ കത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന ആളല്ലേ? ചേട്ടാ ചേട്ടാ, ഒന്ന് നിൽക്കോ ചേട്ടാ, എന്നെ ഓർമ്മയുണ്ടോ ചേട്ടാ? നീയോ? നീ ആ ഗ്രാമത്തിലെ പയ്യനല്ലേ? അതെ ചേട്ടാ. നീ എന്താ ഇവിടെ ഈ കോലത്തിൽ? അതൊക്കെ ഞാൻ പിന്നെ പറയാം ചേട്ടാ. ചേട്ടൻ നമ്മുടെ ഗ്രാമത്തിലേക്കല്ലേ പോകുന്നത്? അതെ. അങ്ങനെയാണെങ്കിൽ ചേട്ടന്റെ കയ്യിൽ ഞാനൊരു കത്ത് തന്നു വിടാം. ദയവ് ചെയ്ത് ആ കത്ത് എന്റെ അച്ഛനൊന്ന് ഏൽപ്പിക്കാമോ? ശരി, തീർച്ചയായും കൊടുക്കാം. സ്നേഹം നിറഞ്ഞ എന്റെ അച്ഛൻ, എന്റെ നമസ്കാരം. അച്ഛന്റെ മകനായി ജീവിക്കാൻ എനിക്ക് യോഗ്യതയില്ലാതായി. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് അച്ഛന്റെ ജോലിക്കാരോടൊപ്പം ഒരു ജോലിക്കാരനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അച്ഛ. എന്റെ തെറ്റ് മുഴുവനും ഞാൻ മനസ്സിലാക്കി. ഞാൻ തിരിച്ചു വരുന്നതിൽ അച്ഛന് വിരോധമില്ലെങ്കിൽ നമ്മുടെ വീടിന് മുമ്പിലുള്ള മരത്തിൽ ഒരു ചുവന്ന കൊടി കെട്ടി അച്ഛന്റെ സമ്മതം അറിയിക്കണം. അച്ഛന് വിരോധമുണ്ടെങ്കിൽ അവിടെ ആ കൊടി കെട്ടണ്ട എന്ന് അച്ഛന്റെ സ്നേഹം നിറഞ്ഞ ഇളയ മകൻ. ഇവിടെ വാ, ഒന്ന് വേഗം വാടാ. എന്താ എന്റെ ഇളയ മകൻ തിരിച്ചു വരുന്നുണ്ട്. നീ വേഗം ചെന്നാ മുമ്പിലുള്ള മരത്തിൽ ഒരു ചുവന്ന കൊടി കെട്ട്. ഒരുപക്ഷെ ആ കൊടി കാറ്റത്ത് വീണാലോ, അവന് കാണാൻ പറ്റിയില്ലെങ്കിലോ അവൻ തിരിച്ചു പോയി കളയും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, മരം മുഴുവൻ ചുവന്ന കൊടി കെട്ട്. ആഹാ, എന്റെ മോൻ തിരിച്ചു വരുന്നു. ഞാൻ ചെന്നത് എല്ലാവരോടും പറയട്ടെ. എന്റെ മോൻ തിരിച്ചു വരുന്നു, എനിക്കിത് മതി. എന്റെ ഇളയ മകൻ തിരിച്ചു വരുന്നു, അവൻ ഉടനെ ഇങ്ങെത്തും. നിങ്ങൾ അറിഞ്ഞോ കാര്യം? എന്റെ ഇളയ മകൻ തിരിച്ചു വരുന്നു, അവൻ വന്നുകൊണ്ടിരിക്കുക. അവൻ പട്ടണത്തിൽ നിന്ന് വരുവാ. അദ്ദേഹത്തിന്റെ സന്തോഷം നീ കണ്ടോ? ഇളയ മകൻ തിരിച്ചു വരുന്നതിന്റെ സന്തോഷം അത്. അതെ അതെ. ഞാൻ കത്തിൽ എഴുതിയിരുന്നത് പോലെ അച്ഛൻ മരത്തിൽ ചുവന്ന കൊടി കെട്ടിയിട്ടുണ്ടാകുമോ? കെട്ടിയിട്ടുണ്ടാവോ? അച്ഛാ, ഇവൻ എന്റെ ഇളയമോനെ പോലെ തന്നെ ഉണ്ടല്ലോ. അതെ, അവൻ തന്നെ. മകനെ, 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 വാടാ വേഗം. അച്ഛാ, ഇങ്ങോട്ട് വാടാ.
വാ മകനെ. എന്റെ മോനെ, മോനെ എവിടെയായിരുന്നടാ മോനെ നീ? ഇത്രയും നാളായി ഞാനൊരു മഹാഭാവിയാണ് അച്ഛാ. അതിന് തക്കതായ ശിക്ഷയും ഞാൻ അനുഭവിച്ചു. എനിക്കെല്ലാം നഷ്ടമായി. ഭക്ഷണവും വസ്ത്രവും ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടു. അച്ഛനെ വിട്ടു പോയതിനു ശേഷമാണ് മനസ്സിലാക്കിയത് അച്ഛന്റെ വില എന്താണെന്ന്. എന്നോട് ക്ഷമിക്കണോ അച്ഛാ? ഇതെന്തൊരു കോലമാണ് മോനെ. ക്ഷമിക്കണോ അച്ഛാ? എന്നോട് ക്ഷമിക്കണോ അച്ഛാ? വീട്ടിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, എന്റെ ഈ ഇളയ മകൻ വീട് വിട്ടുപോയി പല നാളുകൾക്ക് ശേഷം ഇന്നാണ് തിരിച്ചു വന്നത്. അതുകൊണ്ട് ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാവരും ഇന്ന് ഈ സന്തോഷം പങ്കിടാൻ ഒരു കാര്യം ഇത് വലിയൊരു ആഘോഷമാക്കി മാറ്റണം. ഒട്ടും വാദ്യവും ഒക്കെയായി ഒരു നല്ല വിരുന്നിന് ഏർപ്പാട് ചെയ്യും. നിങ്ങൾ എല്ലാവരും സന്തോഷം തന്നെ. നിന്ന് ഞങ്ങളെ വീട്ടിൽ എന്താ ഒരു ആൾക്കൂട്ടം? വീട് വിട്ടു പോയ നിന്റെ അനുജൻ തിരിച്ചു വന്നിട്ടുണ്ട്. ആ സന്തോഷത്തിൽ നിങ്ങളുടെ അച്ഛൻ എല്ലാവർക്കും വിരുന്ന് വെക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. അയ്യോ, ഞാനൊരു കാര്യം അങ്ങ് മറന്നുപോയി. ഞാനിപ്പോ വരാവേ. എന്താ മോനെ, നിന്റെ അനുജൻ ഇന്നല്ലേ തിരിച്ചു വന്നത്? അവൻ പട്ടണത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു, തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വന്നു. നീയും അവന്റെ തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കണം മോനെ. അച്ഛാ, പറ മോനെ. എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. എന്നെ തെറ്റിദ്ധരിക്കരുതേ. അവന് സ്വത്ത് കൊടുത്തു, സ്നേഹം കൊടുത്തു, ചോദിച്ചതെല്ലാം കൊടുത്തു. അതിനവൻ എന്താ ചെയ്തേ? പട്ടണത്തിൽ പോയി എല്ലാം നശിപ്പിച്ചിട്ടാ വന്നത്. എന്നിട്ടും അച്ഛൻ അവനോട് ക്ഷമിച്ച് സ്വീകരിച്ചു. അവന്റെ തിരിച്ചുവരവ് ഒരു വലിയ ആഘോഷമാക്കി മാറ്റി. എല്ലാവരും ഒരുമിച്ച് ആടിയും പാടിയും ഒക്കെ സന്തോഷിക്കുന്നു. ഇതൊക്കെ ശരിയാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അതൊക്കെ പോട്ടെ, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം. അച്ഛൻ എന്തെങ്കിലും ഒരു ആടിനെ എന്റെ കയ്യിൽ തന്ന് നിന്റെ കൂട്ടുകാരെല്ലാവരോടും ഒത്ത് വിരുന്നൊരുക്കി സന്തോഷിക്കാൻ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? പറയേ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്തിനാ അച്ഛൻ എന്നോട് മാത്രം ഈ വേർതിരിവ്? മോനെ, നീയും എന്റെ അവകാശി തന്നെയാ. എന്റെ കാലശേഷം നീ വേണം എല്ലാം നോക്കി നടത്താൻ. പക്ഷേ നിന്റെ അനുജൻ പട്ടണത്തിൽ ഏറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് തിരിച്ചു വന്നിരിക്കയാ. എന്റെ പൊന്നുമോൻ അവന് മനസ്സിലാക്കടാ. ചേട്ടാ, എന്നോട് ക്ഷമിക്കണം ചേട്ടാ. ചേട്ടാ, സുഖാണോടാ? സുഖമാണ് ചേട്ടാ. എന്റെ പൊന്നുമകൻ. പ്രഭു, ഇതിന്റെ അർത്ഥം ഒന്ന് വിവരിച്ച് പറയാമോ? ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ തനിക്കുള്ളതെല്ലാം നഷ്ടമായതിനു ശേഷം തന്റെ തെറ്റുകൾ മനസ്സിലാക്കി വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ അയാളുടെ പിതാവ് അയാളെ വാരിപ്പുണർന്ന് സ്നേഹത്തോടെ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ അഴുക്ക് പുരണ്ട വസ്ത്രങ്ങളെല്ലാം മാറ്റി വളരെ സന്തോഷത്തോടെ ഒരു വലിയ വിരുന്നിനുള്ള ഏർപ്പാടുകൾ ചെയ്യാറില്ലേ? അതുപോലെ ഭൂലോകത്ത് തെറ്റ് ചെയ്തവരെല്ലാം സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ വസിക്കുന്ന ആ ദൈവം അതിയായി സന്തോഷിക്കുകയില്ലേ? ദൈവത്തിന്റെ അരികിൽ കോടിക്കണക്കിന് ദേവദൂതന്മാരുണ്ട്. ഭൂമിയിൽ ഒരു മനുഷ്യൻ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവന്റെ പേരും വേദപുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടും. അവനും നമ്മോടൊത്ത് ചേർന്നല്ലോ എന്ന സന്തോഷത്തിൽ അവിടെയുള്ള കോടിക്കണക്കിന് മാലാഖമാർ സന്തോഷത്തോടെ ആടിപ്പാടുമ്പോൾ അത് കണ്ട് അവിടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ആ ദൈവം അതിയായ സന്തോഷത്താൽ
മതിമറന്നു പോകുന്നതാണ്. അതെ, പറഞ്ഞത് ശരിയാണ് എന്റെ പരിശുദ്ധാത്മാവേ. For more updates, like, comment, subscribe to our channel.